ജൂലൈ 16 ചൊവ്വാഴ്ച. മത്തായി 11 അധ്യായം 20 മുതൽ 24 വരെ വാക്യങ്ങൾ. ഇന്ന് കത്തോലിക്ക സഭ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുനാൾ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ എന്ന പേരിൽ ആഘോഷിക്കുന്നു. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വിശുദ്ധ ഭൂമിയിലെ കാർമൽ പർവ്വതത്തിൽ താമസിച്ചിരുന്ന ക്രിസ്ത്യൻ സന്യാസിമാരായിരുന്നു ആദ്യത്തെ കർമ്മലീത്തക്കാർ. അവർ തങ്ങളുടെ ആശ്രമങ്ങളിൽ പരിശുദ്ധ കന്യകയ്ക്ക് ഒരു പ്രത്യേക ചാപ്പൽ പണിത് സമർപ്പിച്ചു. 15-ാം നൂറ്റാണ്ട് മുതൽ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമലിനോടുള്ള ജനകീയ ഭക്തി ബ്രൗൺ സ്കാപ്പുലർ എന്നറിയപ്പെടുന്ന വെന്തിങ്ങയിൽ കേന്ദ്രീകരിച്ചിരുന്നു. പരമ്പരാഗതമായി സൈമൺ സ്റ്റോക്ക് എന്ന ആദ്യകാല കർമ്മലീത്ത അംഗത്തിനാണ് ഈ സ്കാപ്പുലർ അല്ലെങ്കിൽ വെന്തിങ്ങ നൽകിയതായി പറയപ്പെടുന്നത്. ജൂലൈ 16-നാണ് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമലിൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുന്നത്. സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു ദർശനമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് മറിയം ബ്രൗൺ സ്കാപ്പുലർ നൽകി എന്ന് ഒരു പാരമ്പര്യം പറയുന്നു. ഇത് കർമ്മലീത്ത അംഗങ്ങളുടെ ഉടുപ്പിൻ്റെ ഒരു ഭാഗമായിരുന്നു. സൈമൺ സ്റ്റോക്കിൻ്റെ ദർശനത്തിലെ ഈ സ്കാപ്പുലർ ധരിച്ച് മരിക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് മറിയം വാഗ്ദാനം ചെയ്യുന്നു. ഇത് മറിയത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തെ പ്രതീകപ്പെടുത്തുകയും ഈ വെന്തിങ്ങ ധരിക്കുന്നവരെ ഒരു പ്രത്യേക രീതിയിൽ മറിയത്തിന് സമർപ്പിക്കാൻ വിളിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ കന്യാമറിയത്തെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ആന്തരിക ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയായി കർമ്മലീത്തക്കാർ കണക്കാക്കുന്നു. ക്രിസ്ത്യാനികളെ ഏറ്റവും നിശ്ചയമായും ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നവളാണ് പരിശുദ്ധ മറിയം. കാനായിലെ വിവാഹവേളയിൽ അവൾ വേലക്കാരോട് പറഞ്ഞതുപോലെ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. കർമ്മലീത്തക്കാർ കന്യാമറിയത്തെ ഒരു ആത്മീയ മാതാവായി കാണുന്നു. കന്യാമറിയത്തിൻ്റെ പേരിൽ സ്ഥാപിതമായ കാർമൽ പർവ്വതത്തിലെ സ്റ്റെല്ല മാരിസ് മോണസ്ട്രിയിൽ അത് കർമ്മലീത്തക്കാരുടെ ആത്മീയ ആസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ താൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച പട്ടണങ്ങളിൽ ആളുകൾ പശ്ചാത്തപിക്കുന്നില്ല എന്ന് ഓർത്ത് യേശു നിരാശപ്പെടുന്നതായി കാണാം. മാനസാന്തരത്തിൻ്റെ വിളി തീർത്തും അവഗണിക്കുന്ന ആളുകളുടെ ശക്തമായ അപലനമാണ് കർത്താവിൻ്റെ വാക്കുകളിൽ കാണുന്നത്. നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനന്തരഫലങ്ങളുണ്ടെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ന്യായവിധി ദിവസം തീർച്ചയായും ഉണ്ടാകും. ഓരോരുത്തരും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പെരുമാറ്റത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ശക്തമായ വാക്കുകളിൽ നമ്മുടെ ഹൃദയം കഠിനമാക്കരുതെന്നാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് ധാരാളം അവസരങ്ങൾ നൽകുന്നുണ്ട്. നാം അവനെ 100 പ്രാവശ്യം നിരസിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ശക്തമായ പ്രവൃത്തികൾ ചെയ്യാൻ അവൻ ശ്രമിക്കാറില്ല. കർത്താവ് എത്ര നല്ലവനാണെന്ന് കാണാൻ നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉണ്ടാകട്ടെ. സന്തോഷകരമായ ഒരു തിരുനാൾ ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.